പിയാ സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പട്ടത്ത് പിയാ സുനിൽ, ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും നമ്മൾ കരുതും ഇതാണ് വലിയ ആൾക്കൂട്ടം. പക്ഷേ തൊട്ടപ്പുറത്ത് കാത്തു നിൽക്കുന്ന വലിയ ജനാവലി ഓരോ ജനാവലിയെയും തോൽപ്പിച്ച് തന്നെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പട്ടത്തും വലിയ ജനാവലി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പ്ലാമൂടും യൂണിവേഴ്സിറ്റി കോളേജിലും പാളയം രക്തസാക്ഷി മണ്ഡപത്തിലും കണ്ടതിനേക്കാൾ വലിയ ജനാവലി പട്ടത്തുണ്ടോ? തീർച്ചയായും പാളയം പിന്നിട്ട് PMG പിന്നിട്ട് പ്ലാമൂട് പിന്നിട്ട് ഇപ്പോൾ പട്ടത്തേക്ക് VS-ന്റെ ഭൗതിക ശരീരം എത്തുമ്പോൾ VS-നെ സ്വീകരിക്കാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ VS-ന് അന്ത്യയാത്രാമൊഴി നൽകാൻ ഇപ്പോൾ വലിയ ജനക്കൂട്ടമാണ് പട്ടത്ത് തടിച്ചുകൂടി നിൽക്കുന്നത്. കണ്ണേ കരളെ VS-എ വി സല്യൂട്ട് എന്നൊക്കെ എഴുതിയിട്ടുള്ള ബോർഡുകൾ ഇവിടെ കാണാം. VS-ന് വിട ചൊല്ലിക്കൊണ്ടുള്ള ബോർഡുകൾ കാണാം. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഈ പട്ടത്ത് തന്നെയുണ്ട്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇവരിവിടെ കാത്തു നിൽക്കുകയാണ്. നല്ല വെയിലുണ്ട്. അപ്പോൾ ആ വെയിലിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ ഈ പട്ടത്ത് VS-ന് അന്ത്യയാത്ര നൽകാനായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ പ്ലാമൂട്ടിൽ നിന്ന് VS-ന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഈ പട്ടത്തേക്ക് എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവിടെ നിന്ന് വളരെ പതുക്കെയാണ്, അരുൺ പറഞ്ഞതുപോലെ വളരെ പതുക്കെയാണ് ഈ ഒരു വിലാപയാത്ര ഇങ്ങോട്ട് നീങ്ങുന്നത്. ഒരു 10-15 മിനിറ്റ് ഈ നിലയിൽ വളരെ പതുക്കെ നീങ്ങുകയാണെങ്കിൽ പട്ടത്തേക്ക് എത്താൻ സമയമെടുക്കും. വലിയ ജനക്കൂട്ടമാണ് പട്ടത്ത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് മനുഷ്യർ ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി തടിച്ചുകൂടി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. VS ഒരു വികാരമാണ്. VS എന്താണ് ഇവിടെ കാണുന്ന ജനവികാരത്തെ കാണുന്നില്ല. അതാണ് VS. കേരളം എല്ലാം ജനസമ്മതിയോടുകൂടി കണ്ടിരുന്ന ഒരു നേതാവാണ് VS-ന്റെ വേർപാട് കേരളത്തിന് സഹിക്കാൻ കഴിയില്ല, ഈ രാജ്യത്തിന് തന്നെ സഹിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും അണപൊട്ടി ഇവിടെ ഒഴുകിച്ചേർന്നിരിക്കുന്നത് VS-നെ കാണാൻ. VS-നെ ഒന്ന് കണ്ട് അന്ത്യാഭിവാദ്യം അർപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ജനങ്ങളാകെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് VS-നെ മായ്ക്കുവാൻ വേണ്ടി കഴിയില്ല. സത്യത്തിന് വേണ്ടി നിന്ന, നിലപാടുകൾക്ക് വേണ്ടി നിന്ന രാജാവാണ്, രാജകുമാരനല്ല രാജാവാണ് സഖാവ് VS. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജനസാഗരം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺ, തീർച്ചയായും കണ്ണേ കരളെ എന്ന വാക്ക് അന്വർത്ഥമാക്കുന്ന തരത്തിൽ ഒരുപാട് മനുഷ്യർ റോഡിന്റെ ഇരുവശങ്ങളിലുമായി തടിച്ചുകൂടി നിൽക്കുന്നു. ഇപ്പോൾ വി സല്യൂട്ട് എന്നൊക്കെ എഴുതിയിട്ടുള്ള പ്ലക്കാർഡുകളുമായി നിരവധി പേർ നിൽക്കുന്നത് കാണാം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപാട് മനുഷ്യരുണ്ട് പട്ടത്ത്. വലിയ ബോർഡുകൾ കാണാം. അപ്പോൾ VS-ന് അവസാനമായി ഒരു നോക്ക് കാണാൻ, VS-ന് അന്ത്യയാത്രാമൊഴി ഏകാൻ ഇപ്പോൾ ഒരുപാട് മനുഷ്യർ VS-നെ എങ്ങനെ ഓർക്കുന്നു? VS-നെ ഇനി ഓർമ്മയിലേക്ക് ഇത്രയും കാലം നമ്മൾ VS-നെ വികാരമാണ്. എല്ലാവരും പറയുന്നത് VS ഒരു വികാരമാണ്. VS മരിക്കുന്നില്ല. കണ്ണേ ആര് പറഞ്ഞു? അഭിവാദ്യങ്ങൾ, അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സഖാവിന്റെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നു. അതീ മണ്ണിൽ തുടരും എന്നാണ് ഇവിടെ മുദ്രാവാക്യം മുഴക്കുന്നവരൊക്കെ തന്നെ കാലമടയാളപ്പെടുത്തുന്ന വലിയ ആവേശത്തോടുകൂടി യാത്ര നൽകുകയാണ്. ഇതൊരു ദുഃഖത്തിന്റെ നിമിഷം ആണെങ്കിലും VS ഉയർത്തിയ ആശയങ്ങൾ അത് തീർച്ചയായും ഈ മണ്ണിൽ വലിയ ആവേശം. ആ അർത്ഥത്തിൽ തന്നെയാണ് ഒരുപാട് മനുഷ്യർ ഈ വെയിലിനെയും അവഗണിച്ചുകൊണ്ട് അല്പസമയത്തിനകം VS-ന്റെ ഭൗതിക ശരീരവുമായി വിലാപയാത്ര ഇവിടേക്ക് എത്തിച്ചേരും. ഏതായാലും അത് ആ ഒരു നിമിഷത്തിനായി കാത്തു നിൽക്കുകയാണ് ഇവിടെ എല്ലാ മനുഷ്യരും. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, നിരവധി മനുഷ്യന്മാരുണ്ട്, പല മേഖലകളിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ തുടക്കത്തിൽ പാളയത്തായിരുന്നു, അതിനുശേഷം PMG-യിൽ, അതിനുശേഷം പ്ലാമൂടിൽ, എല്ലായിടത്തും വലിയ ജനക്കൂട്ടമാണ്. ഇപ്പോൾ പട്ടത്തെത്തുമ്പോഴും വലിയ ജനക്കൂട്ടമാണ്. ഇവിടുന്ന് ഇനിയും ഏതാണ്ട് 20 പോയിന്റുകളിൽ ഇതുപോലെ ജനക്കൂട്ടമുണ്ട്. അപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് VS-ന്റെ വിലാപയാത്ര ആലപ്പുഴയിലേക്ക് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിനകം എത്തുമോ എന്ന കാര്യം ഇനി സംശയമാണ്. 9 മണിക്ക് ആലപ്പുഴയിൽ എത്തുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ തീർച്ചയായും അത് നടക്കില്ല. ഒരുപക്ഷെ അത് പുലർച്ചെ വരെ നീളാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ വളരെ പതുക്കെയാണ് തിരുവനന്തപുരം നഗരത്തിലൂടെ ഈ വിലാപയാത്ര നീങ്ങുന്നത്. വലിയ മുദ്രാവാക്യങ്ങൾ ഇവിടെ മുഴങ്ങുന്നുണ്ട്. വലിയ VS-ന് അന്ത്യ നിമിഷത്തിൽ ചെങ്കുടി തണലിൽ അങ്ങനെ VS തന്റെ കർമ്മമണ്ഡലത്തിലേക്ക്
തൻ്റെ രാഷ്ട്രീയ കർമ്മമണ്ഡല ഭൂമിയായ ആലപ്പുഴയ്ക്ക് മടങ്ങുകയാണ്. ഇപ്പോൾ പട്ടത്തേക്ക് എത്തുകയാണ്. VS-നെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം. ഈ ചോരച്ചെങ്കുടി ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ VS എന്നും ഒരിക്കൽ പോലും ആ ചോരച്ചെങ്കുടിക്ക് ഒരു കേടുപാടും സംഭവിക്കാതെ അത് താഴ്ത്താതെ ഉള്ളിൽ സൂക്ഷിച്ച VS ആ ചെങ്കുടി പുതച്ച് മടങ്ങുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. കേരളത്തിൻ്റെ വികാരമായി മാറുകയാണ് VS. വഴിയോരങ്ങളിൽ കാത്തുനിൽക്കുന്ന മനുഷ്യർ, ഓരോ പോയിന്റുകളിലായി തിങ്ങിക്കൂടുന്ന മനുഷ്യർ, അതുകൂടാതെ പാതയോരങ്ങളിൽ കാത്തുനിൽക്കുന്ന മനുഷ്യർ ആ വിളിക്കുന്നത് കണ്ടോ, ഉഷ്ടി ചുരുട്ടി വിളിക്കുന്നു VS-നെ കുറിച്ച്. അവരുടെ ഹൃദയത്തിൽ VS പടർത്തിയ തീജ്വാല ആവേശമായി VS-നെ യാത്ര പറയാൻ വരുന്ന ഘട്ടങ്ങളിലും അവർ സൂക്ഷിക്കുന്നു. അവർ ഉരുക്കുമുഷ്ടികൾ ആകാശത്തേക്കെറിഞ്ഞ് ഉച്ചത്തിൽ വാനത്തോളം ഉയരെ അവർ വിളിക്കുന്നു. കണ്ണേ കരളെ VS-എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ. ഒരുപക്ഷെ ഇങ്ങനെയൊരു വിളി സ്നേഹവാത്സല്യത്തോടു കൂടി നോക്കൂ, കണ്ഠം ഒട്ടുമാറാണ് ഇവിടെ ഈ മുദ്രാവാക്യം മുഴക്കുന്നത്. കേൾക്കൂ. ആ മുദ്രാവാക്യങ്ങളിൽ കേരളത്തിൻ്റെ സ്നേഹമുണ്ട്. കേരളം VS-നോട് കാണിക്കുന്ന നന്ദിയുണ്ട്, കൂറുണ്ട്. നന്ദി പ്രിയപ്പെട്ട VS, രാഷ്ട്രീയ ശരികളിലൂടെ കേരളത്തെ നടത്തിയതിന്, രാഷ്ട്രീയ നീതിബോധത്തിൻ്റെ തീജ്വാല നിങ്ങൾ ആളിക്കത്തിച്ചതിന്, ആ കനലിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചതിന്. ഒന്നായിരുന്നില്ല, ഒരുപാട് സമരവേദികളിൽ VS കനലിൽ എരിഞ്ഞു നിന്ന കഥയാണ് നമ്മൾ കേട്ടത്. അത് കുട്ടനാട്ടിൽ നിന്ന് തുടങ്ങി പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് നിയമസഭയിലാണെങ്കിലും നിയമസഭയ്ക്ക് പുറത്താണെങ്കിലും VS നടത്തിയ കൊടുങ്കാറ്റ് പോലെയുള്ള ഇടപെടലുകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിയെഴുതുന്നതായിരുന്നു. ഒരു നോക്ക് മിന്നായം പോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ കണ്ട VS-നെ കാണാൻ ഒരു അവസരം. ഇനി VS-നെ കാണാൻ, ഇതേപോലെ VS-നെ കാണാൻ നമുക്ക് കഴിയില്ല. VS കൊളുത്തിയ ദീപജ്വാല നമ്മുടെ ഉള്ളിൽ രാഷ്ട്രീയ നീതിബോധം പോലെ പ്രകാശം പരത്തി നിൽക്കും. പക്ഷേ VS-ന്റെ ശരീരത്തെ കാണാൻ നമുക്ക് കഴിയില്ല. പ്രസന്നവദനായി